ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അഖിലേനെയാണ്. അപ്പോൾ അഖില ഗൗതത്തോടുള്ള ദേഷ്യത്തിന് തലവഴി വെള്ളം കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ഒഴിച്ചിട്ടും ഇയാൾ എഴുന്നേൽക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലല്ലോ. ഇവന് സമ്മതിക്കണം, ഇപ്പം ശരിയാക്കി തരാം. നിന്നെ ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ച് ഓടിച്ചില്ലെങ്കിലേ അഖില എന്നല്ല എൻ്റെ പേര് എന്ന് പറഞ്ഞു വേഗം ഈ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ കുറേ തലവണ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അയ്യോ, അപ്പം ഇവനിവിടെ പോയി തലേണയോ? അപ്പം എന്നെ പറ്റിക്കുക തന്നെ, മനഃപൂർവ്വം തന്നെ എന്നെ പറ്റിച്ചതാ. അല്ല, ഇവൻ ഈ രാവിലെ എവിടെ പോയി? ഒരു പിടുത്തവും ഇല്ലല്ലോ. എങ്ങോട്ടായിരിക്കും പോയിരിക്കാം? പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ്. അപ്പോൾ ഗൗതം ഇതേ ഹോം ഡെലിവറിക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. വീട്ടിലാരോടും പറഞ്ഞിട്ടൊന്നുമില്ല ആൾ. അപ്പോൾ എല്ലാ വീടുകളിലും ഓരോരുത്ത് മാറി മാറി ഹോം ഡെലിവറി കൊടുത്ത് ആളിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. അഖിലയുടെ തീരുമാനമായിരുന്നു ശരി എന്ന് ഗൗതത്തിനും ഉറപ്പായി. കാരണം അധ്വാനിക്കാതെ അവിടെ കിടന്ന് ഉറങ്ങി ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ ശേഷമാണ് നമ്മുടെ ഗൗതം ജോലിക്കായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. പിന്നെ കാണുന്നത് നമ്മുടെ മീനുവിനെയാണ് കേട്ടോ. അപ്പോൾ മീനുതെ സ്റ്റാഫ് റൂമിലിരിക്കുകയാണ്. അതുപോലെ തന്നെ സത്യൻ ഐപുള്ളി സാറും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ നോട്ടം കണ്ടിട്ട് ആകെ ഒരു പന്തികേട്. മീനുവിനെ ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. അപ്പോൾ അടുത്തിരുന്ന സാറ് ചോദിക്കുകയാണ്, അതെ, അവളും ആശയെ പുറത്തിട്ട് വറുത്തെടുത്തത് കേട്ടു. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ, എല്ലാം മനസ്സിലായിട്ടില്ല അവൾക്ക്. മനസ്സിലാക്കി കൊടുക്കും ആശയെ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേണ്ട ടീച്ചർ വന്നു. അല്ല, മീനു ടീച്ചർ എന്താ ചായ കുടിക്കാൻ മറന്നുപോയോ? അയ്യോ, ഞാനത് മറന്നുപോയി. കുറേ നേരമായി രവിയേട്ടൻ കൊണ്ടുവച്ചിട്ട്. ചൂടാറി കാണും. ഇനി അത് കുടിക്കാൻ പറ്റില്ല. ചൂടാറിയ ചായ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു മീനു. ഇത് കേട്ടതും സത്യം മാഷ് ഒരൊറ്റ ചിരിയാണ്, അട്ടഹസിച്ച് അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ചിരി കണ്ടപ്പോൾ തന്നെ മീനുവിന് കല്ലി വന്നിട്ട് ഇരിക്കാൻ പറ്റണില്ല. ഒരുമാതിരി ആക്കിയ ഒരു ചിരി. അല്ല, എന്താ സത്യം മാഷ് ഇങ്ങനെ ചിരിക്കണത്? മീനു ടീച്ചർ എന്നെപ്പോലെ തന്നെയാ. എനിക്കും ചൂടില്ലാത്ത ചായ ഒട്ടും ഇഷ്ടമല്ലെന്നേ. അതാ നമ്മൾ രണ്ടാളുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്ന് തന്നെ കേട്ടോ മീനു ടീച്ചറെ. ഉദാഹരണത്തിന് ടീച്ചർ ധരിച്ചിരിക്കുന്ന ആ സാരിയുടെ നിറം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ടീച്ചർക്കും അതിഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനീ പറയണത്. എന്താ പ്രവീൺ മാഷെ ചോദിക്കാത്തത്? ആ സാരിയും നിറവും മാത്രമാണോ ഇഷ്ടം, അതോ ആ സാരിക്കുള്ളിലെ ആളെ ഇഷ്ടമല്ലെന്ന് ചോദിക്ക് പ്രവീൺ മാഷെ എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ ചിരിക്കാണ് കേട്ടോ. എന്താ മീനു ടീച്ചറെ ചിരിക്കാത്തത്? ജോക്സ് ഇഷ്ടമല്ലേ? താനീ പറഞ്ഞത് ജോക്കാണോ? അയ്യോ, ഇനിയിപ്പോൾ താൻ പറഞ്ഞത് ജോക്കാണെന്ന് തന്നെ ഇരിക്കട്ടെ. തമാശ താൻ തന്നെ അമ്മയുടെ സഹോദരി അടുത്ത് പറയുമോ ടീച്ചർ എന്ന് പറഞ്ഞ് അലറി വിളിച്ചു. എന്താ, തനിക്ക് ദേഷ്യം വന്നോ? അയ്യോ, അതേ തമാശ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ താൻ ചിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. തനിക്കെന്തിനാ ദേഷ്യം വന്നത്? അപ്പോൾ കൂടെ 2 ടീച്ചേഴ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് ചിരി വന്നു കേട്ടോ. മീനു പറഞ്ഞത് എന്താണെങ്കിലും അടിപൊളിയായി എന്നോർത്ത് അവരിങ്ങനെ ഇയാളുടെ ഈ എല്ലിന് ഒരിച്ചിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോയല്ലോ എന്നോർത്തപ്പോൾ അവർക്ക് സന്തോഷമായി. അതെ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ താൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്? കുട്ടികളെ നല്ലത് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് പോലും. തന്നെയൊക്കെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. നാണം കെട്ടവൻ. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരധ്യാപകൻ ഒരു നല്ല മനുഷ്യനായിരിക്കണം. താനൊരു മനുഷ്യനെ അല്ല. തനിക്ക് ഞാൻ ഒരു തവണ താക്കീത് നൽകിയതാ, എന്നിട്ടും താൻ നന്നായില്ല അല്ലേ? അയ്യോ ടീച്ചർ, വിട്ടുകളാ, സാരമില്ലെന്നേ. മാഷ് പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു. ഇയാൾ പറയുന്നതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാത്തതിൻ്റെ കുഴപ്പമാണ് കാണുന്നത്. വേണ്ടാത്തത് പറഞ്ഞിട്ട് കൊക്കക്കാന്ന് ചിരിക്കുന്നു. നാണം കെട്ടവൻ. അല്ലാതെ എന്താ പറയുക? ഞാൻ കരുതുന്ന പോലൊരു പെണ്ണല്ല ഞാൻ. പിന്നെ ഉണ്ടല്ലോ, പെൺകുട്ടികളുടെ ജോലി ചെയ്യുന്നിടത്ത്, പഠിക്കുന്നിടത്ത്, എന്തിന് യാത്ര ചെയ്യുന്ന ബസ്സിൽ പോലും ഇതുപോലെ മനോരോഗികളുണ്ടാവും. ചെന്ന് ചികിത്സിക്കടോ. നാണം കെട്ടവൻ. അല്ലാതെ ഇറങ്ങിയിരിക്കുന്നു. ആകെ നാണമായിപ്പോയി. നാണക്കേടെന്ന് പറഞ്ഞ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് തൊലി ഉരിഞ്ഞു കളഞ്ഞു മീനു ടീച്ചർ. സന്തോഷത്തോടെ ജോലി ചെയ്യാൻ അനുവദിക്കണം, ദ്രോഹിക്കരുത്. ഇനി ഇമ്മാതിരി തമാശ പറയുകയോ പുറകെ വരികയോ ചെയ്താൽ ചെരുപ്പൂരി മുഖത്തടിക്ക് ഞാൻ, ഓർത്തോ താന് എന്ന് പറഞ്ഞ് മീനു അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി കേട്ടോ. അപ്പം കിട്ടാനുള്ളതൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. മാഷേ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? വിട്ടുകളാ പക്ഷേ. ഇനി ഇങ്ങനെ ഓടിപ്പോകുമ്പോഴല്ല, നേരെ ചീറിയെടുക്കുമ്പോഴാ വേട്ടക്കാരന് വീറും ആവേശമൊക്കെ കൂടി വരിക. എന്താ, ശരിയല്ലേ? അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഇവരെല്ലാവരും കേട്ടല്ലോ എന്ന് ഓർത്തപ്പം ഒരു ചളുപ്പം ഉണ്ടായിരുന്നു. ആകെ നാണം കെട്ടി ഇങ്ങനെ ഇരിക്കണം. പിന്നെ കാണുന്നത് ഒരാളിങ്ങനെ എന്താ പറയുക, ഹോം ഡെലിവറി ചെയ്യുന്ന ഒരു സുഹൃത്ത്, അതായത് ഗൗതത്തിനെ പോലെ തന്നെ ഒരാൾ. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് എത്തുകയാണ്.
നീ എത്തിയോ? നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇത്രയും നേരം. ക്ഷീണിച്ചോ എന്ന് ചോദിച്ചു. ഇതാ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഗൗതം ഇങ്ങനെ ഒരു കുഞ്ഞ് ഷെഡിനകത്ത് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. വെറ്റ് ഷെഡ് പോലെ, പഴയ കാലത്തെ ഇങ്ങനെ പുല്ല് മേഞ്ഞൊരു ഷെഡ്. അപ്പോൾ ഇവരിങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. എന്താണെന്നറിയില്ല, എന്തോ ഒരു നടുവേദനയാണെന്ന് ചോദിച്ചാൽ പറയണ്ട. അതൊന്നും ഉണ്ടാവും. എന്താണെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. റെസ്റ്റ് ഇല്ലാതെ ബൈക്ക് ചുറ്റുമല്ലേ, പിന്നെ വരാതിരിക്കുമോ നിനക്കോ? പിന്നല്ലാതെ. പക്ഷേ ഇങ്ങനെയാണല്ലോ, ഇപ്പം ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്താലേ കിട്ടണ കാശ് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ കാണുള്ളൂ. അതാ അവസ്ഥ. അല്ല നീ എന്താ? പിന്നെ ഗൗതം, ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ മദ്യപാനമൊക്കെ നിർത്തണം കേട്ടോ. ഇത് ശരിയാവില്ല. ശമ്പളത്തിലെ ചിലവ് കഴിച്ച് ബാക്കി നീ സേവ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? താൻ ഭക്ഷണം കഴിക്കാം. അപ്പോൾ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഗൗതത്തിനൊരു കുറച്ചിലൊക്കെ ഉണ്ട്. ഗൗതം ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ്, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ മീനു ടീച്ചർ ദേണ്ട പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ കുട്ടികളോടൊക്കെ കുശലം പറഞ്ഞ് ഇറങ്ങിയ സമയത്ത് മീനു ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സത്യം മാഷ്. അപ്പോൾ കിട്ടിയതൊന്നും പോരാ, ഇത്തിരി കൂടി വേണം എന്നുള്ളൊരു അഭിപ്രായത്തിൽ. മീനു ടീച്ചറെ, സീരിയസ് ആയിട്ട് ഒരു കാര്യം ഞാനങ്ങ് പറയട്ടെ. സത്യം മാഷ് കാണുന്ന ആളെ അല്ല, അതിനും മുകളിലാണ് കേട്ടോ. തനിക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായിരുന്നു എങ്കിൽ നേരത്തെ അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അപ്പം മീനു ഒന്ന് ചിരിച്ചു. എൻ്റെ മാഷേ, ഇതാണ് ജോക്ക്. ഇപ്പം പറഞ്ഞതാ ജോക്ക്. അപ്പം സാറിന് തമാശയൊക്കെ പറയാൻ അറിയാമല്ലേ? എൻ്റെ പൊന്നു സാറേ, എങ്കിൽ ഞാൻ സാറിനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. അങ്ങോട്ടേക്ക് നോക്കിയേ എന്ന് പറഞ്ഞ് അർജുനെ കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര്, അതെൻ്റെ ഹസ്ബൻഡാണ്. അർജുൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ശരിക്കും ഒരു വില്ലാളി പേരിനാണ്. സാറ് എന്നോട് ഇങ്ങനെ സംസാരിച്ചതും എൻ്റെ ഫോട്ടോ എടുത്തതും ഒക്കെ ഒന്ന് പറഞ്ഞാൽ സാറിന് ഇപ്പം എന്താ സംഭവിക്കാമെന്നറിയോ സാറിന്? ഇപ്പം അവനോടൊന്ന് പറഞ്ഞാൽ മതി, വെറും ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചാൽ മതി കേട്ടോ. അതോടെ സാറിൻ്റെ കഴുത്തിന് മേലുള്ള ഈ തലയുണ്ടല്ലോ, അത് ചിലപ്പോൾ കാണില്ല. അതെ, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മാത്രം മതിനെ. വേണ്ട, ഇപ്പം തൽക്കാലം ഞാൻ അവനോട് പറയണില്ല. കാരണം എനിക്ക് ചെരുപ്പൂരി അടിക്കാൻ സാറിൻ്റെ മുഖം ഇവിടെ തന്നെ എനിക്ക് വേണം. അതുകൊണ്ടാട്ടോ ഈ വിഷയം ഞാൻ തന്നെ തീർത്തോളാം. എന്നാൽ പിന്നെ പോട്ടെ സത്യമാഷേ, എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞ് മീനു നല്ല അഭിമാനത്തിൽ തന്നെ ദേണ്ട അർജുനൊപ്പം പോവാണ്. ഒരു വട്ടം കൂടി ഒന്ന് നോക്കി തനിക്കിട്ട് വച്ചിട്ടുണ്ട് എന്നുള്ള മട്ടിൽ. അപ്പോൾ ഇവരിങ്ങനെ യാത്ര ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അർജുൻ വണ്ടി ഒന്ന് നിർത്തുമോ എന്ന് ചോദിച്ചു. അപ്പം വണ്ടി അങ്ങനെ നിർത്തി. അർജുൻ, എന്താ മീനു, എന്താ പറ്റിയേ? എന്താ തൻ്റെ ആവശ്യം? അല്ല അതല്ല അർജുൻ, എനിക്ക് സിറ്റിയിലൊന്ന് പോകണമായിരുന്നു, ഒരു സാധനം വാങ്ങിക്കാനായിരുന്നു. ഞാനത് പറയാനിരിക്കായിരുന്നു. എനിക്കും ഒരു സാധനം വാങ്ങാനുണ്ട്. എന്താണാവോ? അതെ, ഇയാൾ വാങ്ങാനിരിക്കുന്നത് എന്താണാവോ? എന്താണെന്ന് ഞാൻ പറയില്ല. ഒരു ഗിഫ്റ്റാണ് വാങ്ങിക്കേണ്ടത്, ഒരാൾക്ക് കൊടുക്കാൻ. എനിക്കും ഗിഫ്റ്റാണ് വാങ്ങിക്കേണ്ടത്, ഒരാൾക്ക് കൊടുക്കാൻ. ആഹാ, അയാളുടെ വിവാഹ വാർഷികമായിരിക്കും നാളെ അല്ലേ? അതെ അതെ അതെ. നീ ഗിഫ്റ്റ് കൊടുക്കുന്ന ആളിൻ്റെയും വിവാഹ വാർഷികമാണോ? അതെ. അല്ല, നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ആളിൻ്റെ പേര് മീനു എന്നല്ലേ? അതെ. അല്ല, നീ കൊടുക്കുന്ന ആളുടെ പേര് അർജുൻ എന്നല്ലേ? അതെ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും വഴി നിന്ന് കോമഡിയൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റാണ് തരണത്. അതെന്താണെന്ന് അർജുൻ അറിയണ്ട. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് അർജുൻ വാങ്ങരുത്. ശരി, ഞാൻ വാങ്ങിക്കുന്നത് എന്താണെന്ന് താനും അറിയണ്ട. നമ്മൾ രണ്ടുപേരും, എന്നാൽ താൻ കണ്ടോ, ഒരു കാര്യം പറയട്ടെ, നമ്മൾ രണ്ടുപേരും വാങ്ങിക്കുന്ന ഒരേ ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. അത്രയ്ക്ക് മനപ്പൊരുത്തമുണ്ട് നമുക്ക് രണ്ടുപേർക്കും. നോക്കാം. എന്നാൽ ശരി, എന്നാൽ കയറ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരൂടെ നേരെ അങ്ങോട്ടേക്ക് സിറ്റിയിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ അഖില ട്യൂഷൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രഭാവതിയും അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചനയും കൂടെ വന്നു. എന്നിട്ട് മൈക്ക് സെറ്റ് അല്ലെങ്കിൽ ടേപ്പൊക്കെ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാട്ട് വെച്ച് ട്യൂഷൻ തടസ്സപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെ, ഒച്ചയ്ക്ക് വെക്കണം, മനസ്സിലായോ? ഓൺ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പാട്ട് ഒച്ചയ്ക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ ശ്രദ്ധയൊക്കെ പോയി. ഹായ്, നല്ല പാട്ട് എന്നൊക്കെ പറഞ്ഞു. നല്ല രസമുണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ അഖിലാകെ പെട്ടിങ്ങനെ നിൽക്കുകയാണ്. നോക്കുമ്പോഴത്തേനും രണ്ടുപേരും അവിടെ നിന്നിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഈ സമയത്ത് പാട്ട് വേഗം അങ്ങ് നിന്നുപോയി. എന്ത് പറ്റിയടി? അയ്യോ, എൻ്റെ ഫോൺ കാണുന്നില്ല. എൻ്റെ ഫോൺ എവിടെ പോയി? ആരാ എടുത്തത്? അതിനിടയ്ക്ക് കള്ളം കയറിയോ? അപ്പോൾ കാഞ്ചനയുടെ ഫോൺ കാണാതെ പോയി. വേഗം തപ്പിപ്പോവാണ് കേട്ടോ. നല്ല പാട്ടായിരുന്നു. ഇതുപോലെ പലതും ഇവിടെ നടക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാലേ നല്ല വീക്ക് വെച്ച് തരും ഞാൻ. മര്യാദയ്ക്ക് ഞാൻ എല്ലാവരും പറയുന്നത് എഴുത് എന്ന് പറഞ്ഞുകൊണ്ട്
ഇവരെ പഠിപ്പിക്കുകയാണ് വീണ്ടും അഖില. അപ്പോൾ ഇതേണ്ട ഈ സമയത്ത് ഗൗതം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കാഞ്ചനയും പ്രഭാവതിയും കൂടെ ചെല്ലുന്നത്. അയ്യോ എൻ്റെ കാഞ്ചനെ, ഷോ അവൻ തന്നെ, അവൻ അർജുനാണ് ഫോൺ എടുത്തത് എന്ന് പ്രഭാവതി പറയുകയാണ്. ഗൗതം, അർജുൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല. എന്താ പ്രശ്നം? എന്താ? എൻ്റെ ഫോൺ കാണുന്നില്ല, ആരോ മോഷ്ടിച്ചു. കുറച്ച് മുന്നിലേ പാട്ട് കേട്ടത്, പിന്നെ എങ്ങനെയാണ് മോഷ്ടിക്കുന്നത്? അത് ചേച്ചിയുടെ ഫോണിലല്ലേ? അതെ, പക്ഷെ പാട്ട് വെച്ച് കേട്ടോണ്ടിരുന്നപ്പോഴാണ് ഫോൺ നഷ്ടമായത്. ആരും എടുത്തു. എന്തിനാ അത്ര ഒച്ചത്തി പാട്ട് വെച്ചത്? ആസ്വദിക്കാനോ അത്രയും ഒച്ചത്തിക്ക് പാട്ട് വെക്കേണ്ട കാര്യമുണ്ടോ? അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ അഖിലയും മീനും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കേട്ടോണ്ട്, നീ കുറേ നേരം ആയല്ലോ ചോദ്യം ചെയ്യുന്നത്, നിന്നെ പ്രശ്നം എന്താ? മീനു ചേച്ചിയും അഖിലയും ട്യൂഷൻ എടുക്കുന്നുണ്ട്, അവരെ ശല്യപ്പെടുത്തണം, ക്ലാസ് മുടക്കണം, അതല്ലേ ഉറക്കെ പാട്ട് വെച്ചത്? പറ. അതെ, അതിനിപ്പം നിനക്കെന്താ വേണ്ടത്? ചേച്ചിയുടെ ഫോൺ എടുത്തത് മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാ എന്ന് പറഞ്ഞു. നീയോ? എടാ, നീ എന്തിനാണ് എൻ്റെ ഫോൺ എടുത്തത്? എടാ കള, മര്യാദയ്ക്ക് എൻ്റെ ഫോണിങ് താടാ എന്ന് പറഞ്ഞു. അപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുക്കണം. നീ എന്തിനാടാ ഫോൺ എടുത്തത്? ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലെ പാട്ട് വെച്ച് കാസ് മുടക്കാൻ നോക്കിയാൽ ഈ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ മീനുവിനും അഖിലേക്ക് ഇഷ്ടപ്പെട്ടു. എടാ ഭയങ്കര, നീയും അവരുടെ പക്ഷത്തായോ? പിന്നെ ഇത്രയും വൃത്തികേട് കാണിക്കുന്നത് നിങ്ങളുടെ പക്ഷത്താണോ? മര്യാദ വേണം, മര്യാദ. അമ്മേ, ചേച്ചി അർജുനെ വളച്ച പോലെ തന്നെ അനിയത്തിയുടെ ഇവനെയും വളച്ചു കിട്ടോ. ഓ, അപ്പം രക്ഷപ്പെട്ടു. എന്നെ ആരും വളച്ചിട്ടുമില്ല, നിവർത്തിയിട്ടുമില്ല. ദേ, മേലിൽ ഇമ്മാതിരി തോന്നിയ ദിവസം കാണിച്ചേക്കരുത്, പറഞ്ഞേക്കാൻ രണ്ടിനോടും. അപ്പം എല്ലാവരും ഒറ്റക്കെട്ടാ, വടി നമുക്ക് പോവാം എന്ന് പറഞ്ഞ കാഞ്ചനയും കൂട്ടി പ്രഭാവതി അങ്ങ് പോയി. അപ്പോൾ ഗൗതത്തിനെ ഓർത്ത് ഭയങ്കര സന്തോഷമായി അഖിലയ്ക്ക്. അപ്പോൾ അഖില അടുത്ത് വന്നിട്ട്, താങ്ക്സ്. നിൻ്റെ ഒരു ആർക്ക് വേണം നിൻ്റെ താങ്ക്സ് എന്ന് ചോദിച്ച് ചവിട്ടിത്തുള്ളി എഴുന്നേറ്റ് അങ്ങ് പോയി. പക്ഷേ എങ്കിലും ഭയങ്കര സന്തോഷമായിട്ടോ രണ്ടുപേർക്കും. അപ്പോൾ പ്രഭാവതിയും കാഞ്ചനയും അവസാനം ഗൗതവും കൈവിട്ടു. എല്ലാവരും ചേച്ചിയുടെ അനിയത്തിയുടെയും ഭാഗത്തായി. മീനുവിനെ തുരത്താൻ എന്തൊക്കെ വഴി നോക്കി, ഒന്നും നടന്നില്ല. ദിവസം കഴിയും തോറും അവളോട് സ്നേഹം കൂടി വരിക. അമ്മ എന്തൊക്കെ പറഞ്ഞു, എന്നിട്ടും അവൾ ജോലിക്ക് പോയി. ഇപ്പം ട്യൂഷൻ ക്ലാസ്സും. അമ്മ സമ്മതിച്ചിട്ടില്ല, അത് വകവെക്കാതെയാ ക്ലാസ് എടുക്കുന്നത്. എന്ത് കാര്യം? അമ്മയുടെ വാക്കിന് ഒരു വിലയില്ലാത്ത അവസ്ഥയെത്തി. എൻ്റെ പൊന്നോ, അവളെ പുറത്താക്കാൻ നോക്കിയ അമ്മയെ ഇനി ഇവിടുന്ന് പുറത്താക്കുമോന്നാ എൻ്റെ പേടി. എന്ത് ചെയ്യും? അർജുൻ്റെയും മീനുവിൻ്റെയും വിവാഹ വാർഷിക ദിനമാണ് നാളെ. ഇനി കല്യാണം കഴിഞ്ഞ 1 വർഷമായി. താലി കെട്ടിയ അവൻ ഇവളെ കൊണ്ടുവന്നത് ആ ദിവസം അമ്മ ശപഥം ചെയ്തതാ രണ്ടിനെയും 2 വഴിക്കാക്കുമെന്ന്. കൊല്ലം 1 നടന്നില്ലല്ലോ അമ്മേ. കൊല്ലം 1 കഴിഞ്ഞിട്ടും അവർക്കിടയിൽ എന്ത് നടന്നു? ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ തുടങ്ങിയോ? ഇല്ലല്ലോ. അത് തന്നെയാണ് നടക്കുന്നത്. അവനങ്ങനെ ജീവിക്കണമെന്നുണ്ട്, പക്ഷെ അവൾ ഒഴിഞ്ഞു മാറിപ്പോവല്ലേ. ഒരിക്കൽ നമ്മൾ മണിയറ ഒരുക്കിയതാ. അപ്പം എല്ലാവരും പറഞ്ഞു പിന്നീടാവട്ടെ എന്ന്. ഇനി അവനെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്താണെങ്കിലും എനിക്കൊരു വഴി തോന്നുന്നുണ്ട് കാഞ്ചനെ. വാ, നീ ഇവിടെ ഇരി എന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നാളെ രാത്രിക്കകം അവൾ ഓടിപ്പൊക്കോളും, ഉറപ്പ്. അപ്പോൾ എന്തോ പ്ലാനൊക്കെ ഇട്ട് രണ്ടുപേരും ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. എൻ്റെ ഈശ്വരാ, നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ മീനുവിൻ്റെയും അർജുൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്കൊക്കെ വാങ്ങി എല്ലാവരും വന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാട്ടോ. കേക്ക് കട്ട് ഈ രണ്ടുപേരും. ഇതെന്താ മുഹൂർത്തമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അമ്മയും ചേച്ചി എവിടെ? പിണങ്ങിയിരിക്കായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാകുമ്പോൾ അവർക്ക് സങ്കടമാണല്ലോ. അർജുൻ പോയി വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു മീനു. വിളിക്കാൻ പോയപ്പോഴത്തേനും നമ്മുടെ പ്രഭാവതിയും കാഞ്ചനയും കൂടെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. കയ്യിലൊരു ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേരുടെയും. ഇനി നമുക്ക് സങ്കടമൊന്നുമില്ലേ, സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങളും. എന്നാൽ മുത്തശ്ശൻ കൂടി വേണ്ടായിരുന്നു. വിളിച്ചില്ലേ? വിളിച്ചു, പക്ഷേ ജാനുവിൻ്റെ മമ്മിയും ഡാഡിയും സ്ഥലത്തില്ല, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി മുത്തശ്ശനെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരുമോ? ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും പോകേണ്ടി വരും. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കേക്ക് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. ഭയങ്കര സന്തോഷമായി കേട്ടോ, എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഗിഫ്റ്റൊക്കെ നമ്മുടെ പ്രഭാവതി അർജുനും മീനുവിനും കൊടുത്തു. അച്ഛനും ഗിഫ്റ്റ് കൊടുത്തു, ഗൗതവും കൊടുത്തു. അപ്പോൾ എല്ലാവരും കൊടുത്തു. പിന്നെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് അർജുനും മീനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.